താഴെ നിന്നും ഓടിക്കയറിയവർക്ക് സീറ്റ്, കൂടെ നിന്നവർ പുറത്ത്. എതിർ പാർട്ടിയിൽ നിന്ന് പരമാവധി ആനുകൂല്യം കൈപ്പറ്റിയവർ സീറ്റിനായി മറുകണ്ഠം ചാടി വിലപേശുന്നു. കോൺഗ്രസിൽ അമർഷം പുകയുന്നു. കോൺഗ്രസിലേക്ക് അവസാന റാപ്പിൽ ചാടിക്കയറി വരുന്നവർക്ക് സീറ്റ് നൽകാൻ പാർട്ടി നേതൃത്വം തയ്യാറെടുക്കുന്നതിനെതിരെ പാർട്ടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. എതിർ പാർട്ടിയിൽ വർഷങ്ങളായി നിന്ന് പരമാവധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം മറുകണ്ഠം ചാടി സീറ്റിനായി വിലപേശുന്നതിനാണ് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതാക്കൾ അമർഷം കൊള്ളുന്നത്. ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം. കൊട്ടാരക്കരയിൽ പലതവണ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച നേതാവ് രശ്മി ഇത്തവണ നിയമസഭാ സീറ്റിനായി കാത്തിരിക്കുമ്പോഴാണ് ആയിഷ പോറ്റിയുടെ രംഗപ്രവേശം. കഴിഞ്ഞ ടൈമിലെല്ലാം CPM-നൊപ്പം നിന്ന് 3 പ്രാവശ്യം MLA ആവുകയും ലഭിക്കാവുന്ന പദവികളെല്ലാം കൈപ്പിടിയിലാക്കി അനുഭവിക്കുകയും ചെയ്ത ആയിഷ പോറ്റി ഇടതുപക്ഷത്ത് ഇക്കുറി സീറ്റ് ലഭിക്കില്ല എന്ന് ബോധ്യമായതോടെയാണ് കോൺഗ്രസിൽ ചേക്കേറിയത്. കൊട്ടാരക്കരയിൽ അവർ സീറ്റ് ഉറപ്പിച്ചതോടെ പരാജയത്തിന്റെ ഓരോ ഘട്ടവും തരണം ചെയ്ത് വിജയത്തിനായി കാത്തിരിക്കുന്ന രശ്മി ഔട്ട്. താൻ പുറത്താകുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വിമത നീക്കം ശക്തമാക്കി BJP നേതൃത്വവുമായി ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് രശ്മി. ഹാസ്യ താരമായി ഉദയം കൊണ്ട നടൻ പ്രേംകുമാർ മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പിന്തുണയോടെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനും പിന്നീട് ചെയർമാനുമായിരുന്നു. CPM-വുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിന്റെ പേരിൽ പ്രേംകുമാറിനെ നീക്കി പകരം ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുറ്റിയെ സർക്കാർ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാക്കി. ഇതോടെ സ്ഥാനം പോയ പ്രേംകുമാർ താൻ പഴയ KSU പ്രവർത്തനമെന്ന് പരിചയപ്പെടുത്തി കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. നാടാർ സമുദായാംഗമായ പ്രേംകുമാറിനെ തിരുവനന്തപുരത്ത് നാടാർ വിഭാഗത്തിന് മുൻതൂക്കമുള്ള ഏതെങ്കിലും സീറ്റിൽ പരിഗണിക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇതോടെ ഈ സീറ്റുകൾക്ക് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പ്രാദേശിക നേതൃത്വം നിർദാക്ഷിണ്യം പടിക്ക് പുറത്താകുന്ന അവസ്ഥയിലായിരിക്കുകയാണ്. പാലക്കാട് പിണറായി പക്ഷത്തിന് കളമൊരുക്കി CPM-ൽ ആളെ കൂട്ടിയ PK ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടെ അവിടെയും ചർച്ചകൾ സജീവമായി. മുൻ CPM MLA ആയ PK ശശി നിലവിൽ പാർട്ടിക്ക് അനഭിമതനാണ്. ലൈംഗിക പീഡന പരാതിയിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിരുന്ന AK ബാലന്റെയും PK ശ്രീമതിയുടെയും നേതൃത്വത്തിലുള്ള പാർട്ടി കോടതി വിധി പ്രഖ്യാപനം നടത്തിയതിനെ ട്രോളാക്കിയ കോൺഗ്രസ് ആണിപ്പോൾ ശശിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് സീറ്റ് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഏറെ ലജ്ജാകരമാണെന്ന നിലപാടിലാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ. സമാനമായ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ധാർമ്മികതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിലാണ് ശശിയെ ചേർത്തു നിർത്തുന്നത്. നേതൃത്വത്തിന്റെ ഇത്തരം ഇടപെടലുകൾ പ്രവർത്തകരെ വിഷമവൃത്തത്തിലാക്കിയിരിക്കുകയാണ്. PK ശശി പാലക്കാട് പിണറായി പക്ഷത്തിനായി തേർ തെളിക്കുമ്പോൾ ഉൾപാർട്ടി വിഭാഗീയതയിൽ VS പക്ഷത്തിനായി ആയുധമേന്തിയ A സുരേഷ് UDF പക്ഷത്തേക്ക് ചാഞ്ഞ സീറ്റ് തരപ്പെടുത്താൻ തയ്യാറെടുക്കുന്നത് വിരോധാഭാസമായി. സാധാരണ പ്രവർത്തകൻ മാത്രമായിരുന്ന സുരേഷ് VS അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ് ചർച്ചകളിൽ ഇടം പിടിച്ചത്. വിഭാഗീയത കത്തിക്കാളിയ കാലത്ത് വാർത്ത ചോർത്തിയെന്ന ആരോപണം ഉന്നയിച്ചാണ് പാർട്ടി സുരേഷിനെ പുറത്താക്കിയത്. പലതവണ അപ്പീൽ നൽകിയെങ്കിലും തിരിച്ചെടുത്തില്ല. അടഞ്ഞ അധ്യായമെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ വിലയിരുത്തിയതോടെ വലത്തോട്ടായി ചാഞ്ചാട്ടം. കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള തയ്യാറെടുപ്പാണിപ്പോൾ. എതിർ സ്ഥാനാർത്ഥി VS-ന്റെ മകൻ അരുൺകുമാർ ആണെങ്കിൽ വയ്യെന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടുമുണ്ട്. VS-ന് മരണാനന്തര ബഹുമതിയായ പത്മവിഭൂഷൺ നിഷേധിപ്പിച്ച് അരുൺകുമാറിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിലാണ് CPM. BJP-യിൽ കളം പിടിച്ചു തഴച്ചു വളർന്ന വേദിയിൽ കസേര കിട്ടിയില്ലെന്ന് സങ്കടപ്പെട്ട കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യർക്കും സീറ്റ് കണ്ടെത്തേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് നേതൃത്വം. തൃശൂരാണ് വാര്യർക്ക് താല്പര്യം. എന്നാൽ അവിടെ അടുപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് തൃശൂരിലെ നേതാക്കൾ. കൊട്ടാരക്കരയിൽ കെട്ടിയിറക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് കൊടുത്ത അഖിൽമാരാർ ആയിഷ പോറ്റിയുടെ വരവോടെ അപകടം മണത്ത് NDA-യിലേക്ക് ചേക്കേറാനുള്ള തയ്യാറെടുപ്പിലാണ്. NDA സഖ്യകക്ഷിയായ 2020-യുടെ സ്ഥാനാർത്ഥിയാകാനാണ് നീക്കം. തിരഞ്ഞെടുപ്പ് കാലത്ത് സീറ്റ് തരപ്പെടുത്താൻ മാത്രം മറുകണ്ഠം ചാടുന്ന നേതാക്കളുടെ വിശ്വാസ്യതയിലാണ് പ്രവർത്തകർ സംശയം പ്രകടിപ്പിക്കുന്നത്. മറുകണ്ഠം ചാടുന്നവർക്ക് നിശ്ചിത കാലയളവിൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വിശ്വാസ്യതയും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ച ശേഷമേ സീറ്റ് കൊടുക്കാവൂ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും സീറ്റ് വിഭജനം UDF-ലും കോൺഗ്രസിനുള്ളിലും വലിയ പൊട്ടിത്തെറികൾക്കിടയാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.